PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 11/1/2026 നടന്ന CSEB ജൂനിയർ ക്ലർക്ക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലെ അക്കൗണ്ടൻസി ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ്. CSEB ജൂനിയർ ക്ലർക്ക് എക്സാം ഓരോ ആഴ്ചകളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും കാണാൻ താല്പര്യമുള്ളവർക്ക് CSEB PYQs എന്ന് പറഞ്ഞിട്ട് വേറെ തന്നെ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. PYQs അതുപോലെ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് എല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, while the financial statements are prepared, the net profit is to be transferred to the while the financial statements are prepared, the net profit is to be transferred to the options trading account, trial balance, balance sheet, reserve account. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്ത് വരുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഇതാണ് ക്വസ്റ്റ്യൻ. ഉത്തരം ഓപ്ഷൻ സി ആണ്, ബാലൻസ് ഷീറ്റ്. നമുക്കറിയാം ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ആണ്. ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ബാലൻസ് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് ആണ്. ക്വസ്റ്റ്യൻ, നെറ്റ് പ്രോഫിറ്റ് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും എന്നുള്ളതാണ്. ഉത്തരം ബാലൻസ് ഷീറ്റാണ്. ബാലൻസ് ഷീറ്റിൻ്റെ ക്യാപിറ്റൽ ഹെഡിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ബാലൻസ് ഷീറ്റിൻ്റെ ഏത് സൈഡിലാണ് വരുന്നത് ചോദിച്ചാൽ ഉത്തരം ലയബിലിറ്റി സൈഡാണ്. ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലുള്ള ക്യാപിറ്റൽ ഹെഡിലാണ് നെറ്റ് പ്രോഫിറ്റ് വരുന്നത്. While the financial statements are prepared, the net profit is to be transferred to the balance sheet. The interest accrued on account of a loan that has fallen due during the year and was not paid till the end of the year. The interest accrued on account of a loan that has fallen due during the year and was not paid till the end of the year. Options: interest accrued and not overdue, overdue interest, interest accrued on overdue loans, interest accrued. അതായത് ലോണിൻ്റെ ഇൻട്രസ്റ്റ് ഓവർഡ്യൂ ആയത് ഇയർ എൻഡിലും അതായത് ഇയർ കഴിഞ്ഞിട്ടും കൊടുത്തിട്ടില്ല, നോട്ട് പെയ്ഡ് ആണ്. അത് എന്താണ്? ആ ഇൻട്രസ്റ്റിനെ എന്ത് പേരിലാണ് വിളിക്കുന്നത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഓവർഡ്യൂ ഇൻട്രസ്റ്റ്. ഇയർ എൻഡ് വരെ ഇൻട്രസ്റ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ അതിനെ ഇൻട്രസ്റ്റ് അക്രൂഡ് എന്ന് പറയും. എന്നാൽ ഇയർ കഴിഞ്ഞിട്ടും കൊടുത്തിട്ടില്ലെങ്കിൽ അത് ഓവർഡ്യൂ ഇൻട്രസ്റ്റ് ആണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഓവർഡ്യൂ ഇൻട്രസ്റ്റ്. ഡിക്രീസ് ഇൻ കറൻറ്റ് ലയബിലിറ്റീസ് ഫ്രം വൺ പീരീഡ് ടു അനദർ വിൽ. ഡിക്രീസ് ഇൻ കറൻറ്റ് ലയബിലിറ്റീസ് ഫ്രം വൺ പീരീഡ് ടു അനദർ വിൽ. ഓപ്ഷൻസ്: ഇൻക്രീസ് വർക്കിംഗ് ക്യാപിറ്റൽ, ഡിക്രീസ് വർക്കിംഗ് ക്യാപിറ്റൽ, ഇൻക്രീസ് ഫിക്സഡ് അസറ്റ്, ഡിക്രീസ് ഫിക്സഡ് അസറ്റ്. കറൻറ്റ് ലയബിലിറ്റീസിലുണ്ടായ കുറവ് ഏത് ഓപ്ഷനുമായിട്ടാണ് മാച്ച് ആവുന്നത് നോക്കാം. ഫസ്റ്റ് വൺ, ഇൻക്രീസ് വർക്കിംഗ് ക്യാപിറ്റൽ. നമുക്കറിയാം വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് കറൻറ്റ് അസറ്റ്സ് മൈനസ് കറൻറ്റ് ലയബിലിറ്റിയാണ്. കറൻറ്റ് അസറ്റിൽ നിന്ന് കറൻറ്റ് ലയബിലിറ്റീസ് കുറയ്ക്കുമ്പോഴാണ് വർക്കിംഗ് ക്യാപിറ്റൽ, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടുന്നത്. കറൻറ്റ് ലയബിലിറ്റീസിൽ കുറവുണ്ടായാൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടും. ഒരു ഉദാഹരണം പറഞ്ഞാൽ കറൻറ്റ് അസറ്റ് 40,000 കറൻറ്റ് ലയബിലിറ്റീസ് 30,000 ആണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 10,000 ആണ്. എന്നാൽ കറൻറ്റ് ലയബിലിറ്റി 10,000 ഉള്ളൂ എങ്കിൽ 40,000 മൈനസ് 10,000 30,000 വരും. അപ്പോൾ കറൻറ്റ് ലയബിലിറ്റീസ് കുറയുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുകയാണ് ചെയ്യുന്നത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. Decrease in current liabilities from one period to another will increase working capital. In a trading account, the difference between the debit and credit side represents. In a trading account, the difference between the debit and credit side represents. Options: net profit or net loss, gross profit or gross loss, contribution, miscellaneous expenses. നമ്മൾ നേരത്തെ പറഞ്ഞു ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ബാലൻസ് എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ്. അതായത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഓപ്പണിംഗ് ബാലൻസ്
പർച്ചേസ്, പിന്നെ ഡയറക്റ്റ് എക്സ്പെൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ്, ക്ലോസിംഗ് സ്റ്റോക്ക് ഇതൊക്കെ വരും. ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ ഗ്രോസ് ലോസ് ആയിരിക്കും. ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും. ഗ്രോസ് പ്രോഫിറ്റും അല്ലെങ്കിൽ ഗ്രോസ് ലോസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ആണ്. The financial statement prepared to know the financial position of a cooperative society as on a particular date is. The financial statement prepared to know the financial position of a cooperative society as on a particular date is. Option: balance sheet, trial balance, trading account, cash flow. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് എന്നാണ് ചോദ്യം. പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ബാലൻസ് ഷീറ്റ്. റിപ്പീറ്റഡായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ബാലൻസ് ഷീറ്റിനെയാണ് പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മിറർ ഓഫ് ബിസിനസ് എന്നൊക്കെ പറയുന്നത് ബാലൻസ് ഷീറ്റാണ്. ഇത് ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. In a primary credit society, the statement, which is a consolidated summary of all receipts and payments for a particular period as recorded in the daybook under appropriate heads, is not known as. In a primary credit society, the statement, which is a consolidated summary of all receipts and payments for a particular period as recorded in the daybook under appropriate heads, is not known as. Options: trial balance, balance sheet, receipts and disbursement statement, R&D statement. അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഡേ ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള എല്ലാ റെസീറ്റ്സിൻ്റെയും പേയ്മെൻറ്റിൻ്റെയും കൺസോളിഡേറ്റഡ് സമ്മറിക്ക് എന്താണ് പറയാൻ പറ്റാത്തത്, ഇതാണ് ചോദ്യത്തിൻ്റെ അർത്ഥം. ഇത് R&D സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു ഡെഫിനിഷനാണ്. അപ്പോൾ ഓപ്ഷനിൽ തന്നിരിക്കുന്നത് ട്രയൽ ബാലൻസ്, ബാലൻസ് ഷീറ്റ്, റെസീറ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, R&D സ്റ്റേറ്റ്മെൻറ്റ്. R&D സ്റ്റേറ്റ്മെൻറ്റിനെ തന്നെയാണ് റെസീറ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ട്രയൽ ബാലൻസ് ആണെന്നും പറയാം, പക്ഷേ ബാലൻസ് ഷീറ്റ് എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ബാലൻസ് ഷീറ്റ്. In a primary credit society, the statement, which is a consolidated summary of all receipts and payments for a particular period as recorded in the daybook under appropriate heads, is not known as എന്നാണ് ചോദ്യം. ഈസ് known as എന്നാണെങ്കിൽ ആൻസർ R&D സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ റെസീറ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അങ്ങനെ പറയാൻ പറ്റാത്തത് ഓപ്ഷനിൽ തന്നിരിക്കുന്നതിൽ ബാലൻസ് ഷീറ്റാണ്. The percentage of net profit transferred by a cooperative society to the reserve fund. The percentage of net profit transferred by a cooperative society to the reserve fund. 5%, 7%, 10%, 15%. റിസർവ് ഫണ്ടിലേക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ നെറ്റ് പ്രോഫിറ്റിൻ്റെ എത്ര ശതമാനമാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 15%. അതായത് ഓരോ കോപ്പറേറ്റീവ് സൊസൈറ്റിയും നെറ്റ് പ്രോഫിറ്റിൻ്റെ നോട്ട് ലെസ് ദാൻ 15%, 15% കുറയാത്ത എമൗണ്ടാണ് റിസർവ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. While preparing a trial balance, if the debit side of an account exceeds the credit side, then the difference is put on the dash side and the balance is called dash balance. While preparing a trial balance, if the debit side of an account exceeds the credit side, then the difference is put on the dash side and the balance is called dash balance. Options: debit, 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 credit, 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 debit. ചോദിച്ചിരിക്കുന്നത് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ ഡിഫറൻസ് എവിടെയാണ് എഴുതേണ്ടത്? ക്രെഡിറ്റ് സൈഡിലാണ്. ആ ബാലൻസ് എമൗണ്ട് എഴുതേണ്ടത് കുറവുള്ള സൈഡിലാണ്. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. അത് എന്ത് ബാലൻസ് ആണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഏത് സൈഡാണോ കൂടുതൽ, ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ അതിനെ ഡെബിറ്റ് ബാലൻസ് എന്ന് പറയും. ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് എന്നാണ് പറയുന്നത്. ചോദ്യത്തിൽ തന്നിരിക്കുന്നത് ഡെബിറ്റ് സൈഡ് എക്സീഡ്സ് ദ ക്രെഡിറ്റ് സൈഡാണ്. അപ്പോൾ ഡെബിറ്റ് ബാലൻസ് ആണ് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ക്രെഡിറ്റ്, ഡെബിറ്റ്. ഇൻക്രീസ് ഇൻ എക്സ്പെൻസസ് ആൻഡ് ലോസസ് അക്കൗണ്ട് ആർ.
increase in expenses and losses account are options credits, debits, assets, accruals. എക്സ്പെൻസസ് ആൻഡ് ലോസസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യുന്നത്? അത് ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എക്സ്പെൻസസ് ആൻഡ് ലോസസ് എന്ന് പറയുന്നത് നോമിനൽ അക്കൗണ്ടാണ്. നോമിനൽ അക്കൗണ്ടിൻ്റെ അക്കൗണ്ടിങ് റൂൾ നമുക്കറിയാം. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകം ആൻഡ് ഗെയിൻസ്. അപ്പോൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് കൂടുകയാണെങ്കിൽ ഡെബിറ്റ് ചെയ്യണം. അതുപോലെ ഇൻകം ആൻഡ് ഗെയിൻസ് കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. 3 തരത്തിലുള്ള അക്കൗണ്ട് ഉണ്ട്. പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്. ഈ 3 അക്കൗണ്ടിൻ്റെയും അക്കൗണ്ടിങ് റൂൾസ് നമ്മൾ പഠിച്ചിരിക്കണം. പേഴ്സണൽ അക്കൗണ്ട് ആണെങ്കിൽ അക്കൗണ്ടിങ് റൂൾ എന്ന് പറയുന്നത് ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ ആണ്. ക്യാഷ് കിട്ടിയ ആളെ ഡെബിറ്റ് ചെയ്യുകയും ക്യാഷ് കൊടുത്ത ആളെ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത് അസറ്റുമായി ബന്ധപ്പെട്ട അക്കൗണ്ടാണ്. അതിൻ്റെ അക്കൗണ്ടിങ് റൂള് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. എന്താണോ വന്നത് അതിനെ ഡെബിറ്റ് ചെയ്യുന്നു. ഫിക്സഡ് അസറ്റ് പോലെയുള്ള എന്തെങ്കിലും വാങ്ങുകയാണെങ്കിൽ അത് ഡെബിറ്റ് ചെയ്യുന്നു. ക്യാഷ് കൊടുത്തിട്ടായിരിക്കും വാങ്ങിയിട്ടുണ്ടാവുക, അപ്പോൾ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ക്യാഷ് എന്ന് പറയുന്നത് കറൻറ്റ് അസറ്റാണ്. അപ്പോൾ അസറ്റുമായി ബന്ധപ്പെട്ട അക്കൗണ്ടാണ് റിയൽ അക്കൗണ്ട്. റിയൽ അക്കൗണ്ടിൻ്റെ അക്കൗണ്ടിങ് റൂൾ എന്ന് പറയുന്നത് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. പിന്നെ വരുന്നത് നോമിനൽ അക്കൗണ്ടാണ്. നമ്മൾ പറഞ്ഞു ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകം ആൻഡ് ഗെയിൻസ്. ചോദ്യം ഇതാണ്, ഇൻക്രീസ് ഇൻ എക്സ്പെൻസസ് ആൻഡ് ലോസസ് അക്കൗണ്ട് ആർ ഡെബിറ്റ്സ്. അക്കൗണ്ട്സ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ റിലേറ്റിംഗ് ടു പേറ്റൻസ്. അക്കൗണ്ട്സ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു പേറ്റൻസ്. ഓപ്ഷൻസ് പേഴ്സണൽ അക്കൗണ്ട്സ്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്, ഫിക്റ്റീഷ്യസ് അക്കൗണ്ട്. അതായത് പേറ്റൻറ്റുമായി ബന്ധപ്പെട്ട അക്കൗണ്ട് ഏതാണ്? പേറ്റൻ്റ് എന്ന് പറയുന്നത് അസറ്റാണ്. അസറ്റുമായി ബന്ധപ്പെട്ട അക്കൗണ്ടാണ് റിയൽ അക്കൗണ്ട്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്തത് സെയിൽസ് മൈനസ് വേരിയബിൾ എക്സ്പെൻസസ് ഈസ് കോൾഡ്. സെയിൽസ് മൈനസ് വേരിയബിൾ എക്സ്പെൻസസ് ഈസ് കോൾഡ്. ഓപ്ഷൻസ് ഫിക്സഡ് എക്സ്പെൻസ്, കോൺട്രിബ്യൂഷൻ, പ്രോഫിറ്റ് ഓർ ലോസ്, ബ്രേക്ക് ഈവൻ പോയിൻ്റ്. സെയിൽസ് മൈനസ് വേരിയബിൾ എക്സ്പെൻസസ് എന്താണ് എന്നാണ് ചോദ്യം. കോൺട്രിബ്യൂഷനാണ് ഉത്തരം. ഓപ്ഷൻ ബി. അതായത് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്, എസ് മൈനസ് വി സിക്കൽ ടു കോൺട്രിബ്യൂഷൻ. അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റിൻ്റെ കൂടെ ഫിക്സഡ് കോസ്റ്റ് കൂട്ടിയാലും സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ചാലും നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടും. അപ്പോൾ സെയിൽസ് മൈനസ് വേരിയബിൾ എക്സ്പെൻസ് ഈസ് കോൾഡ് കോൺട്രിബ്യൂഷൻ. Additional or difference in cost due to the increase or decrease of producing one from the normal production. Additional or difference in cost due to the increase or decrease of producing one from the normal production. Options prime cost, variable cost, marginal cost, variable overhead. നോർമൽ പ്രൊഡക്ഷനിൽ നിന്ന് ഒരു അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് എന്താണ്? അതാണ് മാർജിനൽ കോസ്റ്റ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അഡീഷണൽ കോസ്റ്റിനെയാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. മെത്തേഡ് ഓഫ് അറൈവിംഗ് അറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ്. മെത്തേഡ് ഓഫ് അറൈവിംഗ് അറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ്. ഓപ്ഷൻസ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, മാസ്റ്റർ ബഡ്ജറ്റിംഗ്, റെസ്പോൺസിബിലിറ്റി ബഡ്ജറ്റിംഗ്, ക്യാപിറ്റൽ റാഷനിങ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനെ സഹായിക്കുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനിലേക്ക് എത്തുന്ന മെത്തേഡ് എന്താണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. പ്രോപ്പറായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കുന്നതിന് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് സഹായിക്കുന്നു. ചൂസ് ദ വൺ ഫ്രം ദ ചോയ്സസ് ബിലോ വിച്ച് ഡസ് നോട്ട് ഫോം പാർട്ട് ഓഫ് ദ ഇൻവെൻട്രി. Choose the one from the choices below which does not form part of the inventory. Finished goods, raw materials, cash in hand, work in progress. താഴെ തന്നിരിക്കുന്നതിൽ ഇൻവെൻറ്ററിയുടെ ഭാഗമല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്, ക്യാഷ് ഇൻ ഹാൻഡ്. ബാക്കി 3ഉം ഇൻവെൻറ്ററിയുടെ ഭാഗമാണ്. സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയലും അതുപോലെ സ്റ്റോക്ക് ഓഫ് വർക്കിംഗ് പ്രോഗ്രസ്, സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഇതെല്ലാം ഇൻവെൻറ്ററിയുടെ ഭാഗമാണ്. തന്നിരിക്കുന്നതിൽ ഇൻവെൻറ്ററിയുടെ ഭാഗമല്ലാത്തത് ഓപ്ഷൻ സി ആണ്, ക്യാഷ് ഇൻ ഹാൻഡ്. പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ഈസ് കൺസിഡേർഡ് ആസ് ഡാഷ് ഇൻ എ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ഈസ് കൺസിഡേർഡ് ആസ്
ഡാഷ് ഇൻ എ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഓപ്ഷൻസ് ക്യാഷ് ഇൻഫ്ലോ, ക്യാഷ് ഔട്ട്ഫ്ലോ, ഓവർഹെഡ് എക്സ്പെൻസസ്, ക്യാഷ് ലോസ്റ്റ് ഇൻ ഓപ്പറേഷൻ. ടാക്സ് കൊടുത്തതാണ്, അപ്പോൾ എന്താണ്? ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ഈസ് കൺസിഡേർഡ് ആസ് ക്യാഷ് ഔട്ട്ഫ്ലോ ഇൻ എ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ട്സ് ഇൻ കറണ്ട് അസറ്റ്സ് ഈസ് കോൾഡ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ട്സ് ഇൻ കറണ്ട് അസറ്റ്സ് ഈസ് കോൾഡ്. ഓപ്ഷൻസ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ, വർക്കിംഗ് ക്യാപിറ്റൽ, ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ, സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ. ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ട്സ് ഇൻ കറണ്ട് അസറ്റ്സ് എന്താണ്? ഓപ്ഷൻ സി ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. ടോട്ടൽ കറണ്ട് അസറ്റ്സിനെയാണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. കറണ്ട് അസറ്റ്സിൽ നിന്നും കറണ്ട് ലയബിലിറ്റി കുറയ്ക്കുന്നതിനെയാണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് ആണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ടോട്ടൽ കറണ്ട് അസറ്റ്സിനെയാണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഈസ് ബുക്ക്ഡ് അണ്ടർ. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഈസ് ബുക്ക്ഡ് അണ്ടർ. ഓപ്ഷൻസ് കറണ്ട് അസറ്റ്സ്, കറണ്ട് ലയബിലിറ്റീസ്, ഫിക്സഡ് അസറ്റ്സ്, ഫിക്സഡ് ലയബിലിറ്റീസ്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് മുൻകൂട്ടി സ്വീകരിച്ചിട്ടുള്ള ഇൻകം എവിടെയാണ് ബുക്ക് ചെയ്യാറ്? അത് ലയബിലിറ്റിയാണ്, അതായത് കറണ്ട് ലയബിലിറ്റിയാണ്. ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കേണ്ടതുണ്ട്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത് കറണ്ട് ലയബിലിറ്റീസ് ആണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് കോസ്റ്റ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ്. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് കോസ്റ്റ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ്. ഓപ്ഷൻസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, കോസ്റ്റ് ഓഫ് ആവറേജ് സ്റ്റോക്ക്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, കോസ്റ്റ് ഓഫ് സെയിൽസ്. റിപ്പീറ്റഡായി ചോദിക്കുന്നത് തന്നെയാണ്. ഓപ്ഷൻ സി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് ഉത്തരം. ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ പർച്ചേസ് കൂട്ടി ഡയറക്റ്റ് കോസ്റ്റും ഉണ്ടെങ്കിൽ അതും കൂട്ടി ക്ലോസിംഗ് സ്റ്റോക്ക് കുറയ്ക്കുമ്പോഴാണ് കോസ്റ്റ് ഓഫ് സെയിൽസ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടുന്നത്. സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറയ്ക്കുമ്പോഴാണ് ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് കിട്ടുന്നത്. ഡാഷ് ഈസ് കൺസിഡേർഡ് ആസ് എ ടൂൾ ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഡാഷ് ഈസ് കൺസിഡേർഡ് ആസ് എ ടൂൾ ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഓപ്ഷൻസ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്, മാനേജറിയൽ അക്കൗണ്ടിംഗ്, കോസ്റ്റ് അക്കൗണ്ടിംഗ്, റീവാലുവേഷൻ അക്കൗണ്ടിംഗ്. ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ടൂൾ ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, മാനേജറിയൽ അക്കൗണ്ടിംഗ്. മാനേജറിയൽ അക്കൗണ്ടിങ്ങിന് മാനേജ്മെൻറ്റിനെ ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുന്നു. ട്രാൻസാക്ഷൻസ് ബിറ്റ്വീൻ ഡാഷ് വിൽ നോട്ട് റിസൾട്ട് ഇൻ ദ മൂവ്മെൻറ്റ് ഓഫ് ഫണ്ട്സ്. ട്രാൻസാക്ഷൻസ് ബിറ്റ്വീൻ ഡാഷ് will not result in the movement of funds. Options current assets and fixed assets, current assets and fixed liabilities, current liabilities and fixed assets, current assets and current liabilities. ഏതൊക്കെ ട്രാൻസാക്ഷൻ നടക്കുമ്പോഴാണ് ഫണ്ടിൻ്റെ മൂവ്മെൻറ്റ് ഇല്ലാത്തത്? അതാണ് ക്വസ്റ്റ്യൻ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റീസും അതുപോലെ ഫിക്സഡ് അസറ്റും ഫിക്സഡ് ലയബിലിറ്റീസും തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് വരുമ്പോൾ അവിടെ ഫണ്ടിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നില്ല. അപ്പോൾ 11/1/2026 നടന്ന CSEB ജൂനിയർ ക്ലർക്ക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലെ അക്കൗണ്ടൻസി ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.